നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ, ജസ്യം. കഴിഞ്ഞ ദിവസം ഡൽഹി വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വളരെ മികച്ച രീതിയിൽ തന്നെ വിജയിച്ച ഒരു മത്സരമായിരുന്നു. അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി ആയിരുന്നു ആ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടെ. ആദ്യ മത്സരങ്ങളിലെ അവരുടെ പതറലിന് ശേഷം ആദ്യ മത്സരത്തിൽ അവർ ഒരുപാട് വിമർശനങ്ങൾ കേട്ടത് അവരുടെ ബോളിംഗ് നിര അത്രത്തോളം ശക്തമായിരുന്നില്ല എന്ന വിമർശനങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അവർ 7 മത്സരങ്ങളിൽ നിന്നും 4 വിജയവുമായി 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോം, മുമ്പൊരു എപ്പിസോഡിൽ ജയേഷന് പറഞ്ഞിരുന്നു അഭിഷേക് ഫോം ഔട്ടാണ്, അഭിഷേക് ഈ പരമ്പരയിൽ ഫോം ആകാൻ സാധ്യതയില്ല, അഭിഷേകിന് ഒരു എഴുതള്ളുന്ന പോലെയുള്ളൊരു സംസാരം താങ്കളിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അഭിഷേക് കഴിഞ്ഞ ദിവസം 135 റൺസാണ്, 68 പന്തിൽ 135 റൺസ് എടുത്തു. അതൊരു IPL തന്നെ ഈ ഇത്രയും കഴിഞ്ഞ വർഷം അതേ ഒരു 141 റൺസ് എടുത്തിരുന്നു. അത് സെഞ്ചുറി കഴിഞ്ഞിട്ടും പിന്നെയും മുന്നോട്ട് കുതിക്കുന്ന അഭിഷേകിനെയാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. അപ്പോൾ അഭിഷേകിൻ്റെ ഫോമിനെ കുറിച്ച് എന്ന് പറയുന്നു. ഇപ്പോൾ സാധാരണ MSK ആണ് സിനിമ റെഫറൻസ് പറയാറുള്ളത്. ശങ്കരാടി പറഞ്ഞ പോലെ അതിൽ ഞാൻ ഖേദിക്കുന്നു. അഭിഷേകിനെ ഒരു തരത്തിലും എഴുതി തള്ളരുത് എന്നുള്ളൊരു സൂചന തന്നെയാണ് വിമർശകരോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ എഡിഷനിലേക്ക് വരുമ്പോൾ തന്നെ 2 ഡക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആകെ കളിച്ചത് 6 മത്സരങ്ങളിൽ. അതിലെ 4 മത്സരം വെച്ചിട്ടാണ് അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, അതും 200+ സ്ട്രൈക്ക് റേറ്റിൻ്റെ പുറത്താണെന്നുള്ളതാണ്. അഭിഷേകിൻ്റെ ഒരു മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡക്ക് മോഡ് അല്ലെങ്കിൽ തൂക്ക് മോഡ്. അഭിഷേകിനെ പിടിക്കുകയാണെങ്കിൽ 0 പിടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അഭിഷേക് ഗിയർ മാറി ഒറ്റ പോക്കാം, പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല. അത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ എക്സ് ഫാക്ടർ അഭിഷേക് തന്നെയായിരുന്നു. ഇപ്പോൾ 240 മുകളിലൊരു സ്കോർ നേടി ഡൽഹി മറുവശത്ത് പൊരുതാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ സമീർ റിസ്വ ആയാലും നിതീഷ് റാണ ആയാലും രാഹുൽ ആയാലും സ്റ്റബ്സ് ആയാലും ഒക്കെ ഒരു ഫോമിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്, സ്കോറിലേക്ക് എത്തിക്കാനുള്ള. പക്ഷേ അഭിഷേകിൻ്റെ ഒരു എക്സ് ഫാക്ടർ സ്കോർ അത് തന്നെയായിരുന്നു ഏറ്റവും പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 134 നോട്ട് ഔട്ട് എന്നൊക്കെ പറയുന്നപ്പോൾ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരങ്ങളിൽ ഒരാൾ അദ്ദേഹം വന്നു. ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് സ്കോറുകൾ നോക്കുമ്പോൾ അതിൽ 2 ഇന്ത്യൻ താരങ്ങളാണ് ഉള്ളത്. അത് രണ്ടും അഭിഷേകിൻ്റെ പേര് തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ഈ സീസണിലെ സെഞ്ചുറി ഇപ്പോൾ അതിനേക്കാൾ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ 4 സെഞ്ചുറി പിറന്നതിൽ 3 ഇന്ത്യക്കാർ നേടി. അത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരാണെന്നുള്ളതാണ്. ഇനി ഒരു ലിസ്റ്റിലേക്ക് ഇഷാൻ കിഷനും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ്, വേറെ ഒന്നും നോക്കണ്ട എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം സഞ്ജു സാംസണാണ് ഈ സീസണിൽ ആദ്യത്തെ സെഞ്ചുറി നേടിയത്. പിന്നീട് ഡീകോക്ക് നേടുന്നു, തിലക് വർമ്മ നേടുന്നു, ഇപ്പോൾ അഭിഷേകും നേടി. ഇനി ഇഷാൻ കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ഓർഡർ സെറ്റായി. അത് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഭിഷേക് സ്ലോഗർ എന്നുള്ള ഇപ്പോൾ നമുക്കറിയാം വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരങ്ങളിൽ അദ്ദേഹം നിരാശപ്പെടുത്തുന്നു, തുടർച്ചയായിട്ട് പോകുന്നു. പിന്നീട് ക്രൂഷ്യലായ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഫൈനലിൽ നമ്മൾ വേറെ തന്നെ ഒരു അഭിഷേകിനെയാണ് കണ്ടത്. അതുവരെയുള്ള ഒരു സമ്മർദ്ദവും എന്നെ ബാധിച്ചിട്ടില്ല. ഈ തുടർച്ചയായിട്ടുള്ള 4 ഡക്കുകളിൽ പുറത്തായ താരം തന്നെയാണോ ഈ അടിക്കുന്നതെന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുന്നത്. ഇപ്പോൾ ഈ IPLലേക്ക് വരുമ്പോഴും അതുതന്നെയാണ് സ്ഥിതി. അതിനിടയിൽ 2 ഡക്ക് അദ്ദേഹം ആവുന്നുണ്ട്, അതൊന്നും അഭിഷേകിനെ ബാധിക്കുന്നില്ല, തൂക്കി വിടുകയാണ്. അഭിഷേക് നൽകുന്നൊരു തുടക്കം തന്നെയാണ്. ഒപ്പം തന്നെ ക്ലാസിൻ്റെ നല്ലൊരു ഇന്നിങ്സ് നമ്മൾ കണ്ടു. ട്രാവിസ് ഹെഡ് കളിച്ചു. ദൗർഭാഗ്യവശാലാണ് ഇഷാൻ കിഷൻ്റെ ഒരു വിക്കറ്റ് പോയിട്ടുള്ളത്. അഭിഷേക് അടിക്കാൻ നോക്കുമ്പോൾ നോൺ സ്ട്രൈക്ക് ലൈനിൽ നിന്ന് റൺഔട്ട് ആവേണ്ട ഒരു സാഹചര്യമാണ് ഇഷാൻ കിഷന് വന്നത്. അല്ലെങ്കിൽ ഇഷാൻ നല്ലൊരു സ്കോറിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ എന്തായാലും SRHനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ്. അതിൽ തന്നെ SRH നമ്മൾ ഈ സീസണിലെല്ലാം പറഞ്ഞത് ഒരുപാട് ടോപ്പ് ഓർഡർ ബാറ്റർമാരുണ്ട്, ഒരുപാട് വെടിക്കെട്ട് ബാറ്റർമാരുണ്ട്, പക്ഷേ അവരുടെ ബൗളിംഗ് ആയിരിക്കും ഏറ്റവും ദുർബലം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റനും കൂടിയായിരുന്ന പാറ്റ് കമ്മിൻസ് ഇഞ്ചുറി കാരണം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന സ്ഥിതിക്ക് SRHൻ്റെ ബൗളിംഗ് തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ SRHൻ്റെ ബൗളിംഗാണ് ഈ ടോട്ടൽ IPL ടീമുകളെല്ലാം എടുത്താൽ തന്നെ ഇമ്പ്രൂവ് ആയ ടീമുകൾ വെച്ച് നോക്കുമ്പോൾ SRHൻ്റെ ബൗളിംഗ് യൂണിറ്റാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. അതിൽ ഉറപ്പായിട്ടും ഇപ്പോൾ വൈഭവ്, ബുംറയ്ക്കും ഏസൽവുഡിനൊന്നും തീർക്കാൻ പറ്റാത്ത രാജസ്ഥാനെ തീർത്തത് ഇവരെ ബൗളർമാരാണ്. ഇപ്പോൾ പ്രഫുലിംഗ ആയാലും സാക്കിബ് അയ്യൂബ് ആയാലൊക്കെ സാക്കിബ് ഹുസൈനും പ്രഫുലിംഗയും അടക്കമുള്ള ബൗളർമാർ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ചെന്നൈക്കെതിരെ നോക്കുമ്പോഴും ഡൽഹിക്കെതിരെ ആകുമ്പോഴും അവിടെ ഇഷാൻ മലിംഗ് വരുന്നു. അദ്ദേഹം 2 മത്സരങ്ങളിൽ നിന്ന് 7 വിക്കറ്റ് എടുത്തു. ഇപ്പോൾ പർപ്പിൾ ബൗളർമാരുടെ ലിസ്റ്റിലേക്കും അദ്ദേഹം കയറി പോകുന്നുണ്ട് ഒരു 2 മത്സരം കൊണ്ട്.
അപ്പോൾ കമ്മിൻസില്ലെങ്കിൽ പോലും, അതായത് അത്രയും നാൾ കുറ്റം പറഞ്ഞിരുന്നവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ്. ഞങ്ങളുടെ ബൗളിംഗ് യൂണിറ്റും സെറ്റാണ്. ബാറ്റിംഗ് നമുക്കറിയാം, ഓൾറെഡി അവർ കിടിലൻ ടീമാണ്. മാത്രമല്ല ഹൈദരാബാദ് കുറിച്ചിട്ടുള്ളത് ഹാട്രിക് ജയമാണ്. 4 ജയം നേടി, അതിൽ തന്നെ ഹാട്രിക്കാണ്. അപ്പോൾ ഓറഞ്ച് ആർമിയും ഇഷാൻ കിഷനും വരവറിയിക്കുന്നുണ്ട്. ജസീം, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പിന്നെ അഭിഷേക് ഫോമിലേക്ക് എത്തി. അഭിഷേകിനെ എഴുതി തള്ളാനാവില്ല എന്നാണ് ജയേഷ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇവരുടെ ബോളേഴ്സ്, നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളേഴ്സ് അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിൽ. കാരണം ആദ്യ മത്സരത്തിൽ ഉന്നത് ഘട്ടനെ അവർ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേടേണ്ടി വന്നിരുന്നു. പക്ഷെ അവരുടെ ഏറ്റവും മികച്ച പേസ് ബോളേഴ്സ് അവർക്കുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കിപ്പം അന്ന് RRനെതിരെ ഏറ്റവും മികച്ച പന്തെറിഞ്ഞ് പ്രഫുലിനെ കഴിഞ്ഞ മത്സരത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രഫുൽ അതിന് മുമ്പത്തെ മത്സരത്തിൽ 50-ലേറെ റൺസ് വഴങ്ങി പ്രഫുലിനെ മാറ്റി നിർത്തുകയാണ്. അതായത് രണ്ടാമത്തെ കളി കളിച്ചതിന് ശേഷം അവർ മാറ്റി നിർത്തുന്നു. എന്നിട്ടും ഹർഷ് ദൂബെ പോലുള്ള ബോളേഴ്സ് അവർക്കുണ്ട്. ഹർഷ് ദൂബെക്ക് ഇന്ന് നന്നായിട്ട് ചെയ്തു. നിതീഷ് കുമാർ റാണ 140-നടുത്ത് സ്ഥിരം അദ്ദേഹം ഒരു പേസ് ബോളർ എന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെട്ടു. പിന്നെ സാക്കിബ് ഹുസൈൻ, അങ്ങനെ പിന്നെ ഇഷാൻ മലിംഗ. ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളേഴ്സിനെ എങ്ങനെ കാണുന്നു? ഇന്നലത്തെ മത്സരത്തിൽ ഈ നിതീഷ് കുമാർ റെഡ്ഡിയാണ് കുറച്ച് റൺസ് വഴങ്ങിയത് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബോൾ എറിയുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ് അത്യാവശ്യം റൺസ് വഴങ്ങിയത്. ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഇഷാൻ മലിംഗയുടെ ഒക്കെ ബൗളിംഗ് എന്ന് പറയുന്നത് അവർക്ക് നൽകുന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അവർ വലിയ വിമർശനങ്ങൾ നേരിട്ട ബൗളിംഗ് യൂണിറ്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ പറയുമ്പോഴും അത് മെച്ചപ്പെടുന്ന രീതി ഇന്നലെ കാണുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം IPLനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ടാക്കുന്ന, വലിയ പ്രതീക്ഷയുണ്ടാക്കുന്ന, വലിയ ഒരു ആരവത്തിന് ഒരു കാരണമായിട്ടുള്ള മത്സരങ്ങളാണ്. 2 ഇന്ത്യൻ താരങ്ങളാണ് തുടർച്ചയായ 2 ദിവസങ്ങളിൽ സെഞ്ചുറി അടിക്കുന്നത്. തിലക് വർമ്മ മുംബൈക്ക് വേണ്ടി അദ്ദേഹം അത് ഫോം ഔട്ടിൽ നിന്ന്, ഈ 2 താരങ്ങളും അങ്ങനെയാണ്. അതായത് ഫോം ഔട്ടാണ്, അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, IPLലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് തിലക് വർമ്മ അദ്ദേഹം സെഞ്ചുറി അടിച്ചുകൊണ്ട് IPLലേക്ക് ഒരു തിരിച്ചുവരവ്, ഒരു വലിയ കംബാക്ക് നടത്തുക എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് അഭിഷേക് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിലും ആദ്യ കളിയിൽ ചിലപ്പോൾ അത്യാവശ്യം ഒരു 30-40 റൺസ് എടുക്കുകയാണെങ്കിൽ അടുത്ത കളിയിൽ ഡക്കാവുന്ന ഒരു അഭിഷേകിനെ കാണാറുണ്ട്. പിന്നത്തെ മത്സരത്തിൽ വീണ്ടും എന്താണ് അഭിഷേകിൻ്റെ ഒരു കാര്യം നമുക്ക് പലപ്പോഴും നമുക്ക് പിടികിട്ടില്ലേ ഇദ്ദേഹം എന്താ ഇങ്ങനെയെന്നുള്ളത്. ആദ്യ കളിയിൽ 30-40 റൺസ്, രണ്ടാമത്തെ ഡക്ക്, വീണ്ടും ചിലപ്പോൾ 30-40 റൺസ് ആ രീതിയിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് അതൊരു സ്ഥിരതയുള്ള പ്രകടനമാക്കുന്നു എന്നുള്ളതാണ്. കാരണം ചെന്നൈക്കെതിരെ 59 റൺസാണെന്ന് തോന്നുന്നു അദ്ദേഹം എടുക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടുന്നു. അതുതന്നെ IPLൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോറുകളിലേക്ക് ഒന്നിലേക്ക്, അതായത് ആദ്യ 5 എടുത്താൽ അതിലും 2 അഭിഷേക് ശർമ്മയാണ്. നേരത്തെ ജയശ് പറഞ്ഞ പോലെ ആദ്യത്തെ 2 അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ അതിലും തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നലെ നോട്ട് ഔട്ട് ഒരു പ്രകടനം കൂടിയാകുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം തൻ്റെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇന്നലെ ഈ ഒരു IPL ഇന്നലത്തെ മത്സരത്തിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ പറയാത്തൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് സിക്സർ നോക്കുകയാണ്. അദ്ദേഹം ഇന്നലെ 10 സിക്സറുകളാണ്, അതായത് ബൗണ്ടറികൾ നോക്കുകയാണെങ്കിൽ 20 ബൗണ്ടറികൾ, 10 ഫോറും 10 സിക്സറുകളും. അതിൽ തന്നെ അദ്ദേഹം ഈ 10 സിക്സറുകളൊക്കെ IPL നേടുക എന്നുള്ളത് തന്നെ, അതായത് ഒരു മാച്ചിൽ നേടുക എന്നുള്ളത് തന്നെ അപൂർവ കാര്യങ്ങളൊന്നാണ്. അത് ഇദ്ദേഹം അതെ ഒന്ന് ഗെയിലിന് പുറമെ പിന്നെ അഭിഷേക് ശർമ്മയാണ്. അത് ഈ അഭിഷേക് ശർമ്മ 2ാം തവണയാണ് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര വലിയ രീതിയിൽ മെച്ചപ്പെടുന്നു. അത് അഭിഷേക് ശർമ്മയൊക്കെ അവിടെ ഫോമായി നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചുണ്ടാകുന്ന വലിയൊരു ഇത് പിന്നീട് മറ്റുള്ള ബാറ്റർമാർക്കൊന്നും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമല്ല. കാരണം ഇവർ തന്നെ നന്നായിട്ട് അടിക്കുന്നു. ഇപ്പോൾ ക്ലാസ്സിനാണെങ്കിലും അഭിഷേക് ശർമ്മയൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് അവർ ഇന്നലെ തുടക്കത്തിൽ ഇപ്പോൾ പവർ പ്ലേയിൽ ഒരു 67 റൺസ് എടുത്ത് അവർ തുടക്കം ഗംഭീരാക്കിയെങ്കിലും പിന്നീട് അവർ ശരിക്കും മിഡിൽ ഓവറുകളും ഇതേ അവസ്ഥയാണ്, ആഞ്ഞടിക്കാണ്. ശരിക്കും അഗ്രസീവായിട്ട് ഇവർ നന്നായിട്ട് കളിക്കുന്നു. ആ മിഡിൽ ഓവറുകൾ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വലിയ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്കോറ് ഇത്രത്തോളം ഉയരാനും അത് പിന്നീട് അവരുടെ ടീം ടോട്ടൽ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും ഇടയാക്കിയത്. അപ്പോൾ ബാറ്റിംഗ് നിര ആ രീതിയിൽ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബൗളിംഗ് നിരയും അതോടൊപ്പം തന്നെ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതായത് ഡൽഹി ക്യാപിറ്റൽസിനെ ഒരു തരത്തിലും പിന്നീട് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം കൊടുക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അവരുടെ പല ബാറ്റർമാരും ശ്രമിച്ചെങ്കിലും
ഇപ്പോൾ KL രാഹുൽ ആണെങ്കിലും അതുപോലെ തന്നെ നിതീഷ് റാണയാണെങ്കിലും ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തി ഒരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം, അതായത് മത്സരത്തിൽ തിരിച്ചു വരണം, ജയിക്കണം എന്നുള്ളൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും അവരുടെ ബൗളർമാർ, ഹൈദരാബാദിൻ്റെ ബൗളർമാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അവർ പിന്നീട് മത്സരത്തിലേക്ക് വലിയ തോതിൽ തിരിച്ചു കൊണ്ടുവരാൻ ഈ ടീമിന് ബാറ്റർമാർ എങ്ങനെയാണോ സംഭാവന ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങളും കൂടി നൽകണം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരും ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവരുടെ മത്സരം അവരും കൂടി പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ ആ ഒരു മത്സരം ശരിക്കും ഹൈദരാബാദിൻ്റെ വരുതിയിലായത് എന്നുകൂടി പറയാം. അതിനൊപ്പം ഡൽഹിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ അക്സർ പട്ടേലിന്റെ പല ഡിസിഷനുകളും പിഴച്ച ഒരു മത്സരമായിരുന്നു. എക്സ്പെഷ്യലി നിതീഷ് റാണ എന്ന പാർട്ട് ടൈം ബോളർക്ക് 4 ഓവറാണ് നൽകിയിരിക്കുന്നത്. 4 ഓവറിൽ 57 റൺസ് അദ്ദേഹം വഴങ്ങി. ആദ്യ ഓവറിൽ 6 റൺസ് വഴങ്ങിയുള്ളൂ. പിറ്റത്തെ ഓവറിൽ 20 റൺസ് വഴങ്ങുന്നു. പിന്നെ ഒരു 6-7 റൺസ് വഴങ്ങുന്നു. ലാസ്റ്റ് പിന്നെയും 23 റൺസ് അദ്ദേഹത്തിന്റെ ഓവർ വഴങ്ങുന്നു. ഒരു സാധാരണ പാർട്ട് ടൈമറെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കളിയുടെ മൊമെന്റം ഒന്ന് താഴ്ത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ വിക്കറ്റ് നേടുക. പക്ഷേ നിതീഷ് റാണ IPL പോലും ഒരു എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു 4 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പോലും കണ്ണ് തള്ളിയിട്ടുണ്ടാവും, എന്തിനാണ് എനിക്ക് തന്നെ ഇങ്ങനെ ബോൾ തരുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പം അല്ല, ഓൾറെഡി അക്സർ 2 ഓവർ ബാക്കിയുണ്ട്, അവരുടെ 4 ഓവർ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോഴാണ് നിതീഷ് റാണയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് തള്ളിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് 53 റൺസാണ് കൊടുക്കുന്നത്. ഒരു വിക്കറ്റ് പോലും നേടാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് അവിടെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ അഭിഷേകിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് അതിൽ തന്നെ അക്സറിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ നമസ്കാരം. ഇപ്പൊ ഈ ബാക്ക്വേർഡ് ഏരിയയിൽ മാത്രം 27 റൺസാണ് അഭിഷേക് അടിച്ചത്. അവിടെ ഒരു ഫീൽഡറെ നിർത്താനുള്ള ഒരു നോർമൽ കേസ് ഉണ്ടല്ലോ. അഭിഷേകിന്റെ ഏറ്റവും സ്ട്രോങ് ഏരിയ അതെ, അവിടെ ഒരു ഫീൽഡറെ നിർത്താനുള്ള ഒരു ഇത് അക്സർ കാണിച്ചില്ല. അത് അഭിഷേകിനെ ഇന്ത്യൻ ടീമിലും അല്ലാതെയും വളരെ നന്നായിട്ട് അറിയുന്ന, അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത് ഒക്കെ അറിയുന്ന ഒരു പ്ലെയർ കൂടിയാണ് അക്സർ പട്ടേൽ, ക്യാപ്റ്റൻ കൂടി അക്സർ പട്ടേൽ. എന്നിട്ട് അതിന് അദ്ദേഹം മുതിരുന്നില്ല എന്നുള്ളതും ഒരു ക്യാപ്റ്റൻ എന്നുള്ള ഫ്ലോപ്പ് ആയിരുന്നു. അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. KL രാഹുലിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റൂമറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും അക്സർ പട്ടേൽ അദ്ദേഹം ക്യാപ്റ്റൻസി എന്ന രീതിയിൽ നോക്കുമ്പോഴും ഒരു പ്ലെയർ എന്ന രീതിയിൽ നോക്കുമ്പോഴും അദ്ദേഹം ഈ IPL കഴിഞ്ഞ IPL ഡൽഹിക്ക് വേണ്ടി നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത കളിക്കാരനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ IPL വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 തരത്തിലും ഒരു പ്ലെയർ എന്ന രീതിയിലും ക്യാപ്റ്റൻ എന്ന രീതിയിലും അദ്ദേഹം ഒരു ലോ ഫേസിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പിന്നെയുള്ളത് അഭിഷേകാണ്. അഭിഷേകിൻ്റെ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഈ കളിക്ക് ശേഷം ESPN ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആരോൺ ഫിഞ്ചും അതുപോലെ തന്നെ ഫാഫ് ഡൂപ്ലസിയും കൂടി ഇരുന്നിട്ട് ഈ കളി വിശകലനം ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ സമയത്ത് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്, അഭിഷേക് ഇപ്പോൾ 9 സെഞ്ചുറികൾ നേടി, ആരൊക്കെയാണ് മറികടന്നെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫിഞ്ച് പറയുന്നു എന്നെ എന്ന് പറയുന്നു, ഫാഫ് ഡൂപ്ലസിയും എന്നെ എന്ന് പറയുന്നു. കാരണം ഇവർ രണ്ടുപേരും 8 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് T20. അപ്പോൾ ഈ 2 ലെജൻഡറി പ്ലേയേഴ്സാണ്, അവരെ മറികടന്നിട്ട് നിൽക്കുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 9 സെഞ്ചുറികളാണ് കരിയറിൽ നേടിയിട്ടുള്ളത് T20. അഭിഷേക് 1 മാത്രം അവരുടെ കൂടെ ഇങ്ങനെ ഇപ്പൊ നിൽക്കുകയാണ്. അതായത് അവർ കളിച്ചതിന്റെ 3-1 മാത്രമാണ് അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് കളിച്ച പകുതിയിലും കുറവുള്ള ഇന്നിങ്സുകളിലൂടെയാണ് അഭിഷേക് ഇത്രയും 9 സെഞ്ചുറികൾ നേടിയത്. വലിയ കരിയർ കാത്തിരിക്കുന്നു. അതെ, വലിയൊരു കരിയർ കാത്തിരിക്കുന്നുണ്ട്. ഇതിലെ ആരാണ് ഏറ്റവും കൂടുതൽ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഇതിനേക്കാൾ ഒരുപാട് മുന്നിലാണ്. ക്രിസ് ഗെയിൽ 22 T20 സെഞ്ചുറികളാണ് അദ്ദേഹത്തിന്റെ കരിയറിലുള്ളത്. യൂണിവേഴ്സൽ ബോസാണ്. അപ്പൊ 22 സെഞ്ചുറികൾ നേടി അദ്ദേഹം ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. പിന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ആൾ ബാബർ അസമാണ്. അദ്ദേഹം 12 T20 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരാൾ അവിടെ നിൽക്കുന്നു. ബാബർ പക്ഷേ നല്ല T20 പ്ലെയർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സമയത്ത് പോലും 12 സെഞ്ചുറികൾ അവിടെ ഉണ്ട്. ഗ്രേയിൽ 22 സെഞ്ചുറികൾ. ഇതൊക്കെ എപ്പോൾ അടിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ നമുക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ട ഒരു ഇതാണ്. പിന്നെയുള്ളത് അഭിഷേകിൻ്റെ ഫോം. നമുക്ക് അങ്ങനെയുള്ളൊരു ബാറ്ററെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല. കാരണം അഭിഷേകിൻ്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ എന്നുള്ളത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ നോക്കും. അദ്ദേഹം ഒരു ബൗൺസി പിച്ചുകളല്ല, അതായത് ഏതാണ്ട് ഒരു ഫ്ലാറ്റ് പിച്ചുകളാണ്. ഫ്ലാറ്റ് പിച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് കളിക്കുന്നു. അതിനൊക്കെ കൃത്യമായിട്ടൊരു വലിയൊരു ഡീവിയേഷൻസ് ബോളിന് വരുന്നില്ലെങ്കിൽ അഭിഷേക് എപ്പോഴും ഫോമിലായിരിക്കും. ഡക്കിന് പുറത്താവുന്നത് മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഫോമിൻ്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് അത് നേരത്തെ സൂര്യകുമാർ അത് പറഞ്ഞ ലാക്ക് ഓഫ് റൺസ് മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ, ഔട്ട് ഓഫ് ഫോം അല്ല. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതൊരു ധൈര്യമാണ്. കാരണം
ഒന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട് സത്യമാണ്. എന്നാൽ പോലും ഇല്ല, ഞാൻ ഡിഫെൻസീവ് കളിച്ച് കുറച്ച് സ്കോർ നേടണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ടീമിന് വേണ്ടി കളിക്കാം. ഒന്നുകിൽ ഒരുപാട് ബോളൊന്നും തിന്നാതെ ഫസ്റ്റ് ഒന്നോ രണ്ടോ ബോൾ തന്നെ ഔട്ടായി പോവാ, അല്ലെങ്കിൽ മാക്സിമം അടിക്കുക. അതൊരു പോസിറ്റീവ് സൈഡ്. അതിന്റെ ഒരു സംഭവമാണ്. അതായത് ഒരു ഫോം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അദ്ദേഹത്തിന്റെ ഫോമൗട്ട് ഈ ലോകകപ്പിലടക്കം അതൊരു ഫോമൗട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പിന്നെ റൺസ് ഇല്ലായിരിക്കാം. ഞാൻ സൂര്യയുടെ ടേം ഒന്ന് തിരിച്ചെടുക്കുകയാണ്. അത് ലാക്ക് ഓഫ് റൺസ് എന്ന രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. മേ ബി അദ്ദേഹം പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഓസ്ട്രേലിയ പോലുള്ള അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലുള്ള ഇംഗ്ലണ്ട് പോലുള്ള ബൗൺസി പിച്ചുകളിൽ ഒരുപക്ഷെ അഭിഷേക് പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇതുപോലുള്ള പിച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈല് തീർച്ചയായിട്ടും ഇതുപോലെ അഗ്രസീവ് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ അലട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഡൽഹിയുടെ അവസ്ഥ എന്താണ്? ഡൽഹി ഒരുപാട് അങ്ങ് പ്രതീക്ഷകളോടെ വന്ന ഒരു ടീമാണ്. പിന്നെ സമീർ റിസ്വിയെ പോലുള്ള യുവതാരങ്ങളുടെ ചിറകിലേറിക്കൊണ്ട് ആദ്യ മത്സരങ്ങളൊക്കെ വിജയിക്കുന്നു. അതിനൊപ്പം ഇടക്ക് മില്ലറുടെ ഒരു ചെറിയ ഒരു നിമിഷത്തെ ഒരു ബ്രെയിൻ ഫെയ്ഡ് മൊമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മത്സരം തോക്കുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെയും തോക്കുന്നു. അപ്പോൾ ഡൽഹിക്ക് എന്ത് പറ്റി? ഡൽഹി ഇന്നലത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് അഭിഷേകിന്റെ ഒരു എക്സ് ഫാക്ടർ തന്നെയാണ്. കാരണം അവർ ഏകദേശം 200-ന്റെ അടുത്ത് ഡൽഹി എത്തുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി നിന്ന് കളിക്കാനുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ബിഗ് ഹിറ്റ്, ത്രൂ ഔട്ട് ബിഗ് ഹിറ്റ് കളിക്കേണ്ട ഒരു പ്ലെയർ അവിടെ വേണമെന്ന് ഇത്രയും ഒരു 240 ഒക്കെ ചേസ് ചെയ്യുന്നൊരു സമയത്ത് ഉണ്ടായിരുന്നത്. അത് ഡൽഹിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് സംഭാവന നൽകി. ഇപ്പോൾ സ്റ്റെപ്സ് നൽകിയിട്ടുണ്ട്, ഇപ്പോൾ രാഹുൽ നൽകിയിട്ടുണ്ട്, നിതീഷാണ് നൽകിയിട്ടുണ്ട്. നിതീഷായിരുന്നു ഇന്നലത്തെ ടോപ്പ് സ്കോർ. നിതീഷ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയത്തിലെത്തിക്കാനുള്ള സ്കോറിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. കൊടുത്ത റൺസ് നേടിയിട്ടുണ്ട് 53 റൺസ്. അപ്പോൾ ഒപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടുക. തുടക്കത്തിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചെങ്കിലും, തുടക്കത്തിൽ വിക്കറ്റ് പോയെങ്കിലും പിന്നീട് രാഹുലും റാണയും കൂടി നല്ലൊരു പാർട്ണർഷിപ്പാണ് കളിച്ചത്. പക്ഷേ അത് രണ്ടും ഉടനെ പൊളിക്കുന്നത് ഇഷാൻ മലിംഗയാണ്. റാണയുടെ വിക്കറ്റ് എടുക്കുന്നു, ഒപ്പം തന്നെ മില്ലറിനെ ക്ലീൻ ബോൾഡ് ആക്കുന്നു. അത് ഗംഭീര ബോളായിരുന്നു. ഗോൾഡൻ ഡക്കിനാണ് അദ്ദേഹം പുറത്താകുന്നത്. പിന്നീട് ഒരു വിജയിക്കും എന്നുള്ള തോന്നലുണ്ടാക്കാൻ ഒരു ബാറ്റർമാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഡൽഹിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത്. ഇത് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ ഹൈദരാബാദ് ഈ വിജയക്കുതിപ്പ് തുടരുക. അതായത് ഇന്നലെ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ഇഷാൻ കിഷന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇഷാൻ കിഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾ കൂടി വരുന്നതാണ്. ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള പിന്നെ വാദങ്ങളുണ്ട്. അതായത് പിന്നെ ഇലക്ഷന് ശേഷം ഉണ്ടാകുന്ന കോൺഗ്രസിന്റെ ചർച്ചകൾ പോലെയാണ്. ആരൊക്കെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ളത് പോലെയാണ് നേതൃസ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ കേരളത്തിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ സൂര്യകുമാർ യാദവ് അടുത്ത സീരീസിൽ മാറാനുള്ള സാധ്യതയുണ്ട്. ശ്രേയസ് അയ്യറെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറയുന്നവരുണ്ട്. ശുഭ്മാൻ ഗിൽ ഒരു ഗ്രാൻഡ് റിട്ടേൺ, രാജകുമാരന്റെ റിട്ടേൺ ഉണ്ടാവും എന്ന് പറയുന്നവരുണ്ട്. ഇഷാൻ കിഷന്റെ ക്യാപ്റ്റൻസിയും കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രശംസിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇഷാന്റെ ക്യാപ്റ്റൻസി എങ്ങനെ പറയുന്നു? തീർച്ചയായിട്ടും ഈ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിലേക്ക് വീണ്ടും വരിക എന്നുള്ളത് ഇപ്പോൾ 4ാമത്തെ ജയമാണ്, കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ ജയം കൂടിയാണ് IPL-ലെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ടീമിനെ മെരുക്കിയെടുക്കുകയാണ് അദ്ദേഹം. ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും എങ്ങനെ വേണം എന്നുള്ളത് അദ്ദേഹം മെരുക്കിയെടുത്ത് ആ ടീമിനെ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ട കാര്യമാണ്. അത് ആ ക്യാപ്റ്റൻസിയുടെ മികവാണ്. അതോടൊപ്പം തന്നെ ആ കളിക്കാരെ എങ്ങനെയൊക്കെ വിന്യസിക്കണം എന്നുള്ളതും കൂടി അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്നലെ ഈ ഹർഷ് ദുബെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വിദർഭയുടെ കളിക്കാരനാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം നല്ല പെർഫോമൻസ് ഒക്കെ നടത്തിയ രഞ്ജി ട്രോഫിയിൽ ഉൾപ്പെടെയൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയ താരമായിരുന്നു ഹർഷ് ദുബെ. അപ്പോൾ അദ്ദേഹം ഇന്നലെ 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതായത് സമീർ റിസ്വിയുടെ വിക്കറ്റ് അദ്ദേഹമാണ് എടുക്കുന്നത്. 2 ഓവറാണ് ആകെ ചെയ്തത്. 12 റൺസ് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം 3 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെയൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ ഈ അടുത്ത അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഒരു മത്സരം മാത്രമാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ളത്. ആ മത്സരത്തിലേക്ക് ഈ ഹർഷ് ദുബെയൊക്കെ ബൗളർമാരായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ആക്കിബ് നബിയെ ഉൾപ്പെടെയുള്ള താരങ്ങളെയൊക്കെ പരിഗണിക്കുന്ന കൂടുതൽ ഹർഷ് ദുബെയും കൂടി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വലിയൊരു ലോങ് ഇത് കഴിഞ്ഞ് വരികയുള്ള IPL-ൻ്റെ വലിയൊരു സീസൺ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം കൊടുത്ത് അവർക്ക് മതിയായ വിശ്രമം കൊടുക്കുമ്പോൾ പുതിയ കുറച്ച് അരങ്ങേറ്റ താരങ്ങൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഹർഷ് ദുബെയുടെ പേരൊക്കെ ഇന്നലെ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സീസൺ IPL സീസണിന് തൊട്ട് പിന്നാലെ തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ടെസ്റ്റ് പരമ്പര നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേക്ക് മുതിർന്ന താരങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ
അവർ പറയുന്നത് സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പുതിയ താരങ്ങളെയാണ്. അത് IPL പെർഫോമൻസ് അല്ല, അതിനൊക്കെ അപ്പുറം ആഭ്യന്തര ക്രിക്കറ്റിൽ അവർ ഡൊമസ്റ്റിക് കളിക്ക് വലിയ രഞ്ജി ട്രോഫിയിലും മറ്റൊക്കെ അവരൊക്കെ നടത്തിയ പെർഫോമൻസ് ആണ്. അപ്പോൾ ഹർഷ് ദുബെ ഈ ഒരു രീതിയിൽ IPL കൂടി പ്രകടനം നടത്തുന്നത്, ഇപ്പോൾ ആകിബ് നബി ഉൾപ്പെടെ ഇദ്ദേഹമൊക്കെ ഇവരൊക്കെ നല്ല പെർഫോമൻസ് നടത്തുന്നത് ഒരുപക്ഷെ അത് ഇന്ത്യൻ ടീമിലേക്ക് ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ഏകദിന ടെസ്റ്റ് പരമ്പരകളും 2020 പരമ്പരകളൊക്കെ വരാനിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ IPL ഈ പെർഫോമൻസ് ഒരുപക്ഷെ അവർക്കും കൂടി നിർണായകമാകും എന്നുള്ളതാണ്. അവർക്കൊക്കെ ടീമിലെത്താനും അരങ്ങേറ്റം കുറിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് തന്നെ BCCI ഒരു ജസീം പറഞ്ഞതിലൂടെ നാഡ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ BCCI വിപ്ലവകരമായ കുറച്ച് മാറ്റങ്ങൾ, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. T20 2 പൂളുകളാക്കി തിരിച്ചുകൊണ്ട് ഇന്ത്യ കുറച്ച് പ്ലെയേഴ്സിനെ വാർത്തെടുക്കുന്നു എന്നുള്ളത്. അതായത് 30 മുതൽ 35 വരെ അംഗങ്ങളുള്ള ടീമിന്, അതിൽ തന്നെ ഒരു ടീമിനെ ഒരു പൂളിനെ നയിക്കാനുള്ള ഭാഗമായിട്ട് ശ്രേയസ് അയ്യരെ മാറ്റുമെന്ന് പറയുന്നു. ഇപ്പോൾ നിലവിലുള്ള ക്യാപ്റ്റൻ നമുക്കറിയാം, സ്കൈയെ ഉടനടി മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. ഒന്ന് അദ്ദേഹം വേൾഡ് കപ്പ് വിന്നിങ് ക്യാപ്റ്റനാണ്, വേൾഡ് കപ്പ് നേടിക്കൊടുത്തിട്ട് ഒരു 1.5 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ 2 പൂളുകളാക്കി തിരിച്ച് അതിലൊരു പൂളിൽ ഇപ്പോൾ നിലവിൽ IPL കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ രാജ്യത്തിനായി അരങ്ങേറാത്ത വൈഭവ് ഉൾപ്പെടെയുള്ള താരങ്ങളെ വെച്ചുകൊണ്ടുള്ളൊരു പൂള്, അങ്ങനെ ഒരു സംഭവം. ഇപ്പം തന്നെ ടെസ്റ്റ് ടീം, ഭാവി ടെസ്റ്റുകൾ, ഇപ്പോൾ ഇന്ത്യയുടെ T20 അല്ലെങ്കിൽ ലിമിറ്റഡ് ഫോർമാറ്റിൽ ഇന്ത്യക്ക് അത്ര പേടിക്കേണ്ട ആശങ്കകളൊന്നുമില്ല. പക്ഷേ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഫോമിനെ കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. കുറച്ച് നാളുകളായിട്ട്, കുറച്ച് പരമ്പരകളായിട്ട് ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 25 വയസ്സിൽ താഴെയുള്ള, ഇപ്പോൾ രഞ്ജിയിലും മറ്റുമൊക്കെ മികവ് തെളിയിച്ച 25 വയസ്സിൽ താഴെയുള്ള കുറച്ച് താരങ്ങളെ വെച്ച് NCAയിൽ ഒരു ക്യാമ്പ് IPL ശേഷം BCCI പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിപ്ലവകരമായ കുറച്ച് തീരുമാനങ്ങൾ BCCI അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പം അതും ഒരു നല്ലൊരു കാര്യമാണ്. ആകിബ് നബി പോലുള്ള അല്ലെങ്കിൽ ഹർഷ് ദുബെ പോലുള്ള താരങ്ങൾ, യുവതാരങ്ങൾ, യുവ പേസർമാർ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അവർക്ക് IPL തിളങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആഭ്യന്തര മത്സരങ്ങളിൽ നല്ല ഫോമിലുള്ളവർ IPL പലപ്പോഴും തല്ലുകൊള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോം കൃത്യമായും ഇതിലേക്കും എത്തിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മത്സരം, ഇനി വരാൻ പോകുന്ന മത്സരം LSU വേഴ്സസ് RR മത്സരമാണ്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്, സഞ്ജീവ് ഗോയങ്ക വേഴ്സസ് നമ്മുടെ പരാഗിന്റെ ടീം. എന്താണ് പ്രവചനം? എന്താണ് പ്രവചനത്തെക്കാളേറെ RR ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ സഞ്ജുവിൻ്റെ പഴയ ടീമാണല്ലോ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ RRനെ വൈഭവ് വലിയ രീതിയിൽ ആൾക്കാർ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വൈഭവിൻ്റെ ഒരു ബാറ്റിംഗ് കാണാൻ വേണ്ടി ഇപ്പോൾ RRന്റെ മത്സരം കാണുന്നൊരു സംഭവം വളരെ ഇതാണ്. അതിൽ തന്നെ വൈഭവ് തിളങ്ങട്ടെ, RR ജയിക്കട്ടെ എന്നുള്ളതാണ്. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ്. മാത്രമല്ല, RRന് ഈ ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക്, പഞ്ചാബിന് മുന്നിൽ 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയും. LSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കൊൽക്കത്ത ഉള്ളതുകൊണ്ട് മാത്രം അവസാന സ്ഥാനത്താവാത്തൊരു ടീമാണ് അവർ. 9ാം സ്ഥാനത്താണുള്ളത്, 4 പോയിന്റ് മാത്രമാണ് കൈവശമുള്ളത്. ഇനിയും തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജീവ് ഗോയങ്കയ്ക്ക് ഹാലിളകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്താണ് LSC ജയിക്കുമോ? LSG ഈ പെർഫോമൻസ് കാണുമ്പോഴേ അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ തോൽവി വല്ലാത്ത തോൽവികളാണ്. ഇപ്പോൾ ലാസ്റ്റ് മത്സരം നോക്കുകയാണെങ്കിൽ പോലും 54 റൺസിൻ്റെ ഒക്കെ തോൽവിയാണ്. അതിന് തൊട്ട് മുമ്പ് അത് പഞ്ചാബിനോട്, അതിന് തൊട്ട് മുമ്പൊക്കെ ഒരു 5 വിക്കറ്റിൻ്റെ തോൽവി. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം തോൽവി അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ജയശ്വരൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യം. ഈ കൊൽക്കത്ത ഉണ്ടായതുകൊണ്ട് മാത്രം അവർ അടിവാരത്ത് കുറച്ചുകൂടി സേഫായിട്ട് ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവരും ജയിച്ചു വരട്ടെ, നല്ലൊരു പെർഫോമൻസ്. ഇപ്പോൾ കഴിഞ്ഞ ഉത്തരം അവർ ജയിക്കുകയില്ലയോ? തീർച്ചയായും ഒരു പ്രവചനം. നമ്മൾ മാത്രമേ കേരളയെ പോരുള്ളൂ. ലക്നൗ ജയിക്കും എന്നുള്ളതാണ്. ലക്നൗ ജയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ RR തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം ടീം എന്നുള്ള നിലയിൽ അത് സെറ്റാണ്. ഈ ലക്നൗവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത്രയും കോടി രൂപകൾ കൊടുത്ത് ഒരുപാട് താരങ്ങളെ അവർ വാങ്ങിയപ്പോഴും അവർ ഭീകര ഫോം ഔട്ടിലേക്ക് നിൽക്കുകയാണ്. ഋഷഭ് പന്തിൽ തുടങ്ങുന്ന ഫോം ഔട്ട് അവിടെ നിൽക്കുകയാണ്. നിക്കോളാസ് പൂരൻ, അതായത് നമ്മളെപ്പോഴും പറയാറുള്ളത്, കഴിഞ്ഞ IPL 40 സിക്സറുകൾ അടിച്ചൊരു താരമാണ്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് നിക്കോളാസ് പൂരനായിരുന്നു. ഈ IPL വരുമ്പോൾ അദ്ദേഹം എത്ര സിക്സറുകൾ നേടി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇനി എൻ്റെ ജീവിതം IPL, അങ്ങനെയൊക്കെ ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു താരത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അദ്ദേഹത്തെ അത്രയും അവർ റിലേ ചെയ്യുന്നുണ്ട്, അത്രയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു താരത്തിൻ്റെ ഫോം ഔട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ടീമിന് വിജയിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ സംശയമാണ്. RRന്റെ സാധ്യത
സാധ്യതകൾ വളരെ കൂടുന്നുണ്ട്. പിന്നെ വൈഭവ് സൂര്യവംശിയെ പോലുള്ളവർ ഫോമിലായി എന്നത് അദ്ദേഹത്തിൻ്റെ കളി കാണാൻ വേണ്ടി ആളുകൾ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ TV-ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഓൺലൈനിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനൊപ്പം അഗാർക്കറിന് ഇതൊരു തലവേദന കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം അഭിഷേക് ശർമ്മ ഫോമായി, സഞ്ജു സാംസൺ ഈ IPL ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട്, പ്രിയാൻഷ് ആര്യ ഒരു ഭാഗത്തും തകർക്കുന്നുണ്ട്, വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഓപ്പണേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരുപാട് പേര്. അപ്പം അജിത് അഗാർക്കർ മറ്റേ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗാർക്കറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുഖമുള്ള തലവേദനയായി മാറും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2 പൂളാക്കി തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പര നടക്കുന്നതും ഏഷ്യൻ ഗെയിംസ് നടക്കുന്നു ഒരേ സമയത്താണ്. ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് തവണ ടീമിനെ അയക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരേ സമയത്താണ് ഈ 2 മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 2 3 ടീം അയക്കാനുള്ള ടാലൻറ്റ് നമുക്കുന്നുണ്ട്. അതാണ് സുഖമുള്ള തലവേദന എന്ന് MSK പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അത് മുമ്പൊരിക്കൽ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിരുന്നു, ഒരു 3 ടീം വന്നാലും ഏത് ടീമിനെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് 2020-21 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന ഹാർദിക് പാണ്ഡ്യ നടത്തുകയും ഇന്ത്യയുടെ ഒരു ടീം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വിദേശങ്ങളിലേക്ക് പോവുകയും ശിഖർ ധവാന്റെ നേതൃത്വത്തിൽ മറ്റൊരു ടീം ശ്രീലങ്കയിലേക്ക് പോവുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതേ 2021 ലോകകപ്പിൽ T20 ലോകകപ്പിൽ ഇന്ത്യ അട്ടപടലം തകരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു അവകാശവാദം മനസ്സിലേക്ക് വരുന്നു. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും പാണ്ഡ്യ പറയും, ഞാൻ നിന്നോട് വല്ലതും ചെയ്തോടോ എന്ന് MSKയോട് പാണ്ഡ്യ പറയും. അപ്പോൾ പിന്നെ RR വേഴ്സസ് ഋഷഭ് പന്ത് വേഴ്സസ് വൈഭവ് സൂര്യവംശി മത്സരം, തീർച്ചയായും എല്ലാവരും ഈ മത്സരം കാണണം. അതിനൊപ്പം ഇതിന് ചുവടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.